എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള 1947 മുമ്പുള്ള പ്രധാനപ്പെട്ട ഇന്ത്യൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും റിപ്പോർട്ടുകളും കമ്മിറ്റികളും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സി നമ്മൾ പഠിച്ചു, മെക്കാളെ മിനിറ്റ്സ് പഠിച്ചു, വുഡ്സ് ഡിസ്പാച്ച് പഠിച്ചു, ഹണ്ടർ കമ്മീഷൻ, ഹാർട്ടോഗ് കമ്മിറ്റി, സാർജന്റ് റിപ്പോർട്ട്, കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഒക്കെ നമ്മൾ നോക്കിയതാണ്. ഇനി സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? അതുവരെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അടക്കം ബ്രിട്ടീഷ് റൂളിന്റെ അണ്ടറിലായിരുന്നു. അതിനുശേഷം എന്താണ്? ഇന്ത്യ സ്വയം ഭരണം നേടുകയാണ്. ഇന്ത്യയിൽ വന്നിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ അതിൽ വ്യക്തമായിട്ടുള്ള ഒരു വ്യതിയാനം സംഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അന്ന് അധികാരത്തിലേറിയിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ സർക്കാർ എഡ്യൂക്കേഷന് വളരെയധികം പ്രാധാന്യം നൽകി. അപ്പോ കൂടുതൽ നമ്മുടെ എഡ്യൂക്കേഷനെ കൂടുതൽ പവർഫുൾ ആക്കാനും കൂടുതൽ ആളുകളെ വിദ്യാഭ്യാസത്തിലേക്ക് ശ്രദ്ധയാകർഷിക്കാനും പകുതിക്ക് വെച്ചുള്ള പഠിപ്പ് നിർത്തിപ്പോക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മുൻകരുതലുകൾ, ഒരുപാട് കാര്യങ്ങളാണ്, പ്രവർത്തനങ്ങളാണ് നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയിൽ പുതുതായിട്ട് കൊണ്ടുവച്ചത്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ കമ്മീഷൻസ്. ആ എഡ്യൂക്കേഷൻ കമ്മീഷൻസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. റെഡി അല്ലേ എല്ലാവരും? അപ്പൊ ഈ ഒരു ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെറ്റ് പരീക്ഷയ്ക്ക് മാത്രമല്ല, നെറ്റ് പരീക്ഷയ്ക്കാണെങ്കിലും കേട്ടറ്റ് എക്സാമിനാണെങ്കിലും LP UP HST HSST പരീക്ഷകൾക്കാണെങ്കിലും ഇതൊന്നുമല്ല, പൊതുവായിട്ടുള്ള ജനറൽ PSC എക്സാമുകൾക്കാണെങ്കിലും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ക്ലാസ്സുകളാണ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇൻ ഇന്ത്യ. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഏതൊക്കെയാണ്? പറഞ്ഞേ. കീവേഡ് ടൈപ്പ് ചെയ്താൽ മതി, മുഴുവനായിട്ട് പറയണമെന്നൊന്നുമില്ല. പറയൂ. യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന അപർണയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യൂണിവേഴ്സിറ്റി കമ്മീഷൻ UGC കൊണ്ടുവന്നു. 1968-ലും 86-ലും പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ പോളിസീസ് വന്നു. രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് പറയുന്നു. പിന്നെ പറയൂ, ഇതൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. പ്രധാനപ്പെട്ട കമ്മീഷൻ എന്താണ്? യൂണിവേഴ്സിറ്റി കമ്മീഷൻ, രാധാകൃഷ്ണ കമ്മീഷൻ എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി കമ്മീഷൻ. മുതലിയാർ എന്നിവിടെ ടൈപ്പ് ചെയ്ത് കണ്ടു, മുതലിയാർ കമ്മീഷൻ അല്ലെ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന മുതലിയാർ കമ്മീഷൻ വന്നു. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന മുതലിയാർ കമ്മീഷൻ വന്നു. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കോത്താരി കമ്മീഷൻ വന്നു. ഓക്കെ അല്ലെ? അതെ, യെസ്. അപ്പോ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ കമ്മീഷൻസ് നമുക്ക് ഏകദേശം അറിവുണ്ട്. മുൻകാലങ്ങളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഒന്ന് റീഫ്രഷ് ചെയ്തെടുത്തു. ഇനി നമ്മളത് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് പോവുകയാണ്. അത് അവിടെ സോണിയ ടീച്ചർ മുഴുവനായിട്ട് ചാറ്റ് ബോക്സിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. രാധാകൃഷ്ണ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ എന്ന്. വെരി ഗുഡ് ടീച്ചറെ. ഓക്കെ, നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം. മേജർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇൻ ഇന്ത്യ. എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? കമ്മീഷന്റെ പേര് നോക്കണം. നെയിം ഓഫ് ദി കമ്മീഷൻ. എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? ഏതൊരു ടോപ്പിക് എടുക്കുന്ന സമയത്തും എക്സാം ഓറിയന്റഡ് ആയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. കമ്മീഷന്റെ പേര് പഠിക്കണം. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? ഈ ഒരു കമ്മീഷന് അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു എന്നുള്ള കാര്യം പഠിക്കണം. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇയർ പഠിക്കണം. ഏത് വർഷമാണ് ഈ ഒരു കമ്മീഷൻ വന്നത്, ഏത് വർഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്, ഇയർ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇവരുടെ മേജർ റെക്കമെൻഡേഷൻസും നമ്മൾ നോക്കിയിരിക്കണം. ഈ കമ്മീഷൻസിന്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസും എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ക്ലിയർ അല്ലേ? എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്, ഏത് ലെവലിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്നീ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇത് ബേസ് ആണ്. ഏതൊരു കാര്യവും സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകണം അല്ലെ? യെസ്. ഇപ്പൊ ക്ലിയർ അല്ലേ? ഈ ഒരു കമ്മീഷൻ, ഈ ഒരു ടോപ്പിക്കിനെ മുൻനിർത്തിക്കൊണ്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ നോട്ട് എഴുതിയെടുക്കണം. അതിനാണ് ഫോക്കസ് ചെയ്ത് പറയുന്നത് കേട്ടോ. മേജർ എഡ്യൂക്കേഷൻ കമ്മീഷൻ, എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. എഡ്യൂക്കേഷൻ കമ്മീഷൻ വിത്ത് റെഫറൻസ് എലമെന്ററി എഡ്യൂക്കേഷൻ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ ഈ ദുർഗാബായ് ദേശ്മുഖ് കമ്മീഷൻ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട്, സെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് അത്ര നോക്കാനില്ല.
ബാക്കിയുള്ള 3 നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കിയുള്ള 3 എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. രാധാകൃഷ്ണ കമ്മീഷൻ, ആദ്യത്തേത് രാധാകൃഷ്ണ കമ്മീഷൻ. രാധാകൃഷ്ണ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? രാധാകൃഷ്ണ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? പറഞ്ഞേ അഞ്ജലി, അഞ്ജു. രാധാകൃഷ്ണ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് യൂണി എഡ്യൂക്കേഷൻ കമ്മീഷൻ. യെസ്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, UGC അല്ല കേട്ടോ ടീച്ചറെ, അത് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണേ, അത് വേറെയാണ് കേട്ടോ ടീച്ചറെ, അത് വേറെയാണ്. രാധാകൃഷ്ണ കമ്മീഷൻ അറിയപ്പെടുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് രാധാകൃഷ്ണ കമ്മീഷൻ അറിയപ്പെടുന്നത്. അഞ്ജലി ടൈപ്പ് ചെയ്തിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അതിന്റെ വർഷം 1948 അവര് എന്താണ് കമ്മീഷൻ വരികയും 1949 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. രാധാകൃഷ്ണ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ. രണ്ടാമത് വന്നത് മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് മുതലിയാർ കമ്മീഷൻ അറിയപ്പെടുന്ന പേര്. യെസ്, വെരി ഗുഡ് അപർണ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് ഏത് കമ്മീഷൻ അറിയപ്പെടുന്ന പേര്? യെസ്, മുതലിയാർ കമ്മീഷൻ അറിയപ്പെടുന്ന പേര്. 1952 കമ്മീഷനെ നിയമിക്കുകയും 1953 അവര് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ക്ലിയർ അല്ലേ? എക്സാം ഓറിയന്റഡ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടുന്ന ഒരു കമ്മീഷനാണിത്. നെക്സ്റ്റ് വൺ ഈസ് കോത്താരി കമ്മീഷൻ. 1964 1964 അധികാരത്തിൽ വരികയും 1966 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. കോത്താരി കമ്മീഷൻ. ഓക്കെ, കോത്താരി കമ്മീഷൻ. ക്ലിയർ അല്ലേ? കോത്താരി കമ്മീഷന് പറയുന്ന മറ്റൊരു പേരെന്താ? കോത്താരി കമ്മീഷന് പറയുന്ന മറ്റൊരു പേര് പറഞ്ഞേ. കോത്താരി കമ്മീഷന് പറയുന്ന മറ്റൊരു പേര് ഹിമ ടീച്ചറെ പറയൂ. അതെല്ലാവരും ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്, ഞാൻ ചോദിച്ച വശം എൻട്രടിച്ചിടാൻ. യെസ്, എന്താണ്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ. അപ്പൊ ടീച്ചറെ നാഷണൽ എഡ്യൂക്കേഷൻ അല്ല കേട്ടോ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ കോത്താരി കമ്മീഷൻ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ കോത്താരി കമ്മീഷൻ. ഇപ്പൊ ഇവിടെ നമ്മൾ കമ്മീഷൻസ് മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ, പോളിസീസിലേക്ക് നമ്മൾ കടക്കുന്നില്ലേ, കമ്മീഷൻസ് മാത്രം നമുക്ക് നോക്കി പോകാം. ഓക്കെ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ബേസ്, ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ബേസ് നമ്മൾ ഇവിടെ ഉറപ്പിച്ചു. കമ്മീഷൻ, കമ്മീഷന്റെ മറ്റൊരു പേര്, അധികാരത്തിൽ വന്നത്, റിപ്പോർട്ട് സമർപ്പിച്ചത്. കിട്ടിയോ? ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ദെൻ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്. കുറച്ചും കൂടി കാര്യങ്ങൾ, ഒരു ചെറിയ വ്യക്തത, ഡീറ്റെയിലിംഗ് വരണേ ഉള്ളൂ, ഒരു ചെറിയ വ്യക്തതയിലേക്ക് നമ്മൾ കടക്കുകയാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. ഈ കമ്മീഷൻ തന്നെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? രാധാകൃഷ്ണ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് അല്ലേ? രാധാകൃഷ്ണ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഈ കമ്മീഷൻ തന്നെയാണ്. ഇതിന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. പണ്ഡിതനും ദാർശനികനുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നേതൃത്വത്തിലെ ഒരു കമ്മീഷൻ ചുമതലയേൽക്കുകയാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇവര് ഫോക്കസ് ചെയ്തത് എന്തിനെയാണ്? ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ്. യൂണിവേഴ്സിറ്റി തലത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ പോരായ്മകൾ പഠിക്കുകയും അതിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ രാധാകൃഷ്ണ കമ്മീഷൻ. രാധാകൃഷ്ണ കമ്മീഷൻ ഈസ് ഈക്വൽ ടു ഹയർ എഡ്യൂക്കേഷൻ. ക്ലിയർ? അത്രേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മളിവിടെ കീവേഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. രാധാകൃഷ്ണ കമ്മീഷൻ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ രണ്ടാമത്തെ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പൊ 48 വന്നു, 49 റിപ്പോർട്ട് അടിച്ചു. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. ഡോക്ടർ എ ലക്ഷ്മണ സ്വാമി മുതലിയാർ ആയിരുന്നു ആ കമ്മീഷന്റെ ചെയർമാൻ. ഡോക്ടർ എ ലക്ഷ്മണ സ്വാമി മുതലിയാർ. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷൻ എന്ത് പേരിൽ അറിയപ്പെട്ടു മക്കളെ? ഈ കമ്മീഷൻ എന്ത് പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്? ഡോക്ടർ എ ലക്ഷ്മണ സ്വാമി മുതലിയാറുടെ നേതൃത്വത്തിലുള്ള ഈ കമ്മീഷൻ എന്ത് പേരിൽ അറിയപ്പെട്ടു? പറഞ്ഞേ. ലക്ഷ്മണ സ്വാമി
മുതലിയാർ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെട്ടു. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ മുതലിയാർ കമ്മീഷൻ 1952 അധികാരത്തിലേൽക്കുകയും 53 എന്ത് ചെയ്യുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇവരെന്തിനെയാണ് പ്രാധാന്യം നൽകിയത്? സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ സ്ട്രക്ചർ ആൻഡ് കരിക്കുലത്തിനാണ് ഏത് കമ്മീഷൻ പ്രാധാന്യം നൽകിയത്? മുതലിയാർ കമ്മീഷൻ പ്രാധാന്യം നൽകിയത്. മുതലിയാർ കമ്മീഷൻ പ്രാധാന്യം നൽകിയത് ഇതിനാണ്. ക്ലിയർ അല്ലേ? മുതലിയാർ കമ്മീഷൻ. ഓക്കെ, then Education Commission also known as Kothari Commission. Indian Education Commission. Indian Education Commission also known as Kothari Commission. Indian Education Commission also known as Kothari Commission. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ DS കോത്താരി ആയിരുന്നു. കോത്താരി കമ്മീഷൻ അഥവാ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 64 വരികയും 66 റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. കോത്താരി കമ്മീഷൻ കേട്ടോ കണ്ടോ? നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം എന്താണ്? കോമൺ സ്കൂൾ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുവന്നത്. ഒരു മിനിറ്റ്. കോമൺ സ്കൂൾ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുവന്നത് ആരാണ്? കോമൺ സ്കൂൾ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുവന്നത് ആരാണ്? കോമൺ സ്കൂൾ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഏത് കമ്മീഷൻ? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. അതുപോലെ 10+2+3 1 മുതൽ 10 വരെ +1 +2 3 വർഷം ഡിഗ്രി. ഈ ഒരു ആശയം കൊണ്ടുവന്നത് ആരാണ്? 10+2+3 പാറ്റേൺ. ഇന്നും നിലവിലുള്ള 10+2+3 പാറ്റേൺ ആദ്യം റെക്കമെൻഡ് ചെയ്തത് ആരാണ്? നമ്മുടെ കോത്താരി കമ്മീഷൻ ആണ് അല്ലെ? കോത്താരി കമ്മീഷൻ ആണ്. ക്ലിയർ അല്ലേ? എന്നാ ഇതിന്റെ ഇടയിൽ കൂടെ ഞാനൊരു പുട്ടിന് പീറുള്ള പോലെ ചെറിയൊരു കാര്യം ചോദിക്കട്ടെ. ഒരു പുതിയ വിദ്യാഭ്യാസ നയം കിടന്ന് കളിക്കുന്നുണ്ട് അല്ലെ? NEP 2020, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഇത് പ്രകാരം ഇനി എന്ത് സ്ട്രക്ചർ ആണ്, എന്ത് പാറ്റേൺ ആണ് നമുക്ക് വരാനായിട്ട് പോകുന്നത്? നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് 53-34 കറക്റ്റ് ആണ്. 5+3+3+4 എന്നുള്ള സിസ്റ്റം ആണ് ഇനി വരാനായിട്ട് പോകുന്നത്. ക്ലിയർ അല്ലേ? ഐ എം വെരി ഹാപ്പി. നിങ്ങൾ എല്ലാവർക്കും അത് ഒരു ഫോർമാറ്റ് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ 3 എഡ്യൂക്കേഷൻ കമ്മീഷനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നോക്കേണ്ടത് 2 കാര്യങ്ങൾ കൂടി. ഞാൻ ഏറ്റവും ബേസ് കേട്ടോ, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്ന ബേസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി 1990 വരുന്നുണ്ട്. രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. എന്താണ് ഈ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി എന്ന് പറയുന്നത്? അതായത് ഈ കുറെ എഡ്യൂക്കേഷൻ കമ്മീഷൻസും വന്നു, അതിന്റെ വന്നു റിപ്പോർട്ടുകളും വന്നു. അതിനു മുമ്പായിട്ട് ഒരു 1968 ഒരു നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ വന്നു. ഇതൊക്കെ ശരിയായിട്ട് നടക്കുന്നുണ്ടോ, നിലവിലെ സാഹചര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നത് പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ട്. അതായത് 68 ഒരു പോളിസി വന്നു. അതുപോലെ തന്നെ 1986 ഒരു വിദ്യാഭ്യാസ നയം വന്നു. ഇത് ശരിക്കും നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ പോരായ്മകൾ, ഗുണങ്ങൾ, നേട്ടങ്ങൾ, മുന്നോട്ടുള്ള കാര്യങ്ങൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കമ്മിറ്റിയാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. അതായത് ഈ ഒരു ഏരിയയിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റും റിപ്പീറ്റേഷൻ വരുന്ന കാര്യങ്ങളും ഒരു ഫോക്കസ് പോയിന്റ് ആയിട്ട് ആദ്യം കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. ക്ലിയർ അല്ലേ? റിവ്യൂഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി 1990 വരുന്നത്. 1986 വന്ന വിദ്യാഭ്യാസ നയത്തിന്റെ റെക്കമെൻഡേഷൻസ് എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്തു എന്നതിനെ കുറിച്ച് പഠിക്കാൻ വന്നിട്ടുള്ള റിവ്യൂ കമ്മിറ്റിയാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. ഓക്കെ, ഇനി 2005 ഒരു കേബ് കമ്മിറ്റി വരുന്നുണ്ട്, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. കേബിന്റെ ഫുൾ ഫോം സ്ഥിരം ചോദിക്കും. ഇത് ഏത് വർഷം വന്നു? സ്ഥിരം ചോദിക്കും. ഓക്കെ, വേരിയസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പോളിസികൾ വന്നതിന് ശേഷം എത്രത്തോളം മാറ്റങ്ങൾ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ കുറിച്ച് പഠിക്കുവാനും മുന്നോട്ടുള്ള കാര്യത്തിൽ അഡ്വൈസ് നൽകാനും വേണ്ടിയിട്ട് ഒരു ക്യാബ് കമ്മിറ്റി രൂപീകൃതമായി 2005. അതും എക്സാം ഓറിയന്റഡ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ മക്കളെ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു റിവിഷൻ എന്ന നിലയിൽ നമ്മൾ പഠിച്ചത്. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വരണം.
അതിനെ കുറിച്ചിട്ടും അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ പഠിച്ചു വരിക. അപ്പോ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളും ഒപ്പം തന്നെ ഒരുപാട് ചോദ്യങ്ങളായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.